ഹലോ ഗായ്സ്, അനുപേട്ട നാട്ടിലെത്തിയാൽ പിന്നെ ഫുൾ ടൈം കറക്കമായിരിക്കും. വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. രാവിലെ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ലഞ്ചും കഴിച്ചിട്ടായിരിക്കും നമ്മൾ ട്രിപ്പ് ആരംഭിക്കുക. ഒന്നുമില്ല, തിരിച്ച് വൈകുന്നേരം വീട്ടിൽ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ട്രിപ്പുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളൂ. ലോങ് ട്രിപ്പൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം അനുവട്ടം പറയും നമ്മളെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ടാവില്ലേ, ഈ കാട്, മല, തോട്, വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ലോങ് ട്രിപ്പ് പോകാമെന്ന്. അങ്ങനെ ഡെയിലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്. അങ്ങനെ നമ്മളെ ലിസ്റ്റിൽ വന്ന ഒരു സ്ഥലമായിരുന്നു ജാനൈക്കാട്. കോഴിക്കോട് കുറ്റ്യാടിക്കടുത്തുള്ള ജാനൈക്കാട് ഒരുവിധം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാടാണ്. പക്ഷേ ആ കാട്ടിലേക്ക് പോകുന്നൊരു വഴി, ഈ ഒരു പാലല്ലേ കുറേ കാലം മുമ്പേ പണിതതാണ്. ഒരു വണ്ടി മാത്രമേ പോവും. നല്ല രസമാട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ജാനൈക്കാട്ടിൽ എൻ്റർ ചെയ്ത് അവിടുന്ന് മെലീന് നോക്കുമ്പോൾ കാണുന്നതാണ് ഒരു വെള്ളച്ചാട്ടം. പ്രത്യേകിച്ചൊന്നുമില്ല, ദിസ് ഈസ് ജാനൈക്കാട്. കാട്ടിലൂടെയുള്ള ഇങ്ങനെ യാത്രകൾ തന്നെ. ഉച്ചയ്ക്ക് ശേഷമായിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ കാട്ടിലൂടെ പോയപ്പം ഒരു ചൂടും അറിഞ്ഞിട്ടില്ല. കാരണം താഴെ കൂടെ അരുവിയാണോ പുഴയാണോ, കുറ്റ്യാടി പുഴ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ തന്നെ, ആ കാട്ടിൽ കുഞ്ഞി കുഞ്ഞി ജീവികളുണ്ട് കേട്ടോ. മെയിനായിട്ട് പാമ്പാളെന്ന് പ്രത്യേകം അവർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ പുഴയിലൊക്കെ മീനൊക്കെ കൊത്താൻ വരുന്ന മീനൊറ്റിയില്ലേ, നമ്മളെ കിങ് ഫിഷർ, അതുണ്ട്. പിന്നെ കുറേ മലമുഴക്കി, അണ്ണാൻ, അങ്ങനെ എന്തൊക്കെയോ ഈ കാട്ടിലുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ജാനൈക്കാടിനെക്കാട് എനിക്കിഷ്ടമായത് അതിൻ്റെ അപ്പുറത്തുള്ളൊരു മീൻമുട്ടിപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലം ഇതാണ് എനിക്കിഷ്ടമായത്. കാടൊന്നുമല്ല, നല്ല തെളിഞ്ഞ വെള്ളം. അവിടെ കുറേ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ ചൂടത്ത് ഇതൊന്നും നമുക്ക് അറിഞ്ഞില്ല കേട്ടോ. ആളിത് അലക്കുന്നു, തോർത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അലക്കുകയാണ് ഈ വെയിലത്ത്. അങ്ങനെ ടാറ്റ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ ജാനൈക്കാടും മീൻമുട്ടിപ്പുഴയും.